So hey everyone, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇന്ത്യൻ ഇക്കോണമിയുടെ ഏതാണ് ടോപ്പിക് ലാൻഡ് റിഫോംസ്. സോ ലാൻഡ് റിഫോം എന്ന് വെച്ചാൽ ബേസിക്കലി എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ഫ്രം ദ റിച്ച് ടു ദ പുവർ. മോർ ബ്രോഡ്ലി ഇറ്റ് ഇൻക്ലൂഡ്സ് റെഗുലേഷൻ ഓഫ് ഓണർഷിപ്പ്, ഓപ്പറേഷൻ, ലീസിങ്, സെയിൽസ് ആൻഡ് ഇൻഹെറിറ്റൻസ് ഓഫ് ലാൻഡ്. അതായത് ലാൻഡ് റിഫോം എന്ന് വെച്ചാൽ ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാളുടെ കയ്യിലേക്ക് ഈ പറഞ്ഞ പട്ടയം എന്നൊക്കെ പറയുമല്ലേ, ഒരു പേര് എഴുതി കൊടുക്കുക, പേരിൽ എഴുതി കൊടുക്കുക. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ലാൻഡ് റിഫോം എന്ന് വെച്ചാൽ. സോ ബേസിക്കലി പണ്ടത്തെ സിസ്റ്റം നോക്കുകയാണെങ്കിൽ പണ്ട് ഈ ജമീന്ദാരി സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് ജമീന്ദാരി സിസ്റ്റം. കേരളത്തിൽ അതിന് ജന്മി എന്നൊക്കെ പറയും, ജമീന്ദാർ എന്നൊക്കെ പറയും, ജമീന്ദാരി സിസ്റ്റം. സോ അങ്ങനെ ബേസിക്കലി അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ പണ്ട് ഒരുപാട് റൈറ്റ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് എക്സ്ട്രാ റൈറ്റ്സ് ഉണ്ടായിരുന്നു. സോ അതൊക്കെ മാറ്റി ഒരുപാട് പ്രൊവിഷൻസ് കൊണ്ടുവന്ന് അതൊക്കെ മാറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങിയ ലാൻഡ്. സോ അതാണ് ലാൻഡ് റിഫോം. അതേപോലെ തന്നെ ഗവൺമെൻറ് പട്ടയം എഴുതി കൊടുക്കാൻ വേണ്ടി തുടങ്ങിയാൽ നിങ്ങൾക്ക് അറിയാം എന്താണെന്നുള്ളത്, കേട്ടിട്ടുണ്ടാവും. ഇൻ ആൻ അഗ്രാനിയൻ ഇക്കോണമി ലൈക്ക് ഇന്ത്യ വിത്ത് ഗ്രേറ്റ് സ്കാസിറ്റി ആൻഡ് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് കപ്പിൾഡ് വിത്ത് എ ലാർജ് മാസ് റൂറൽ പോപ്പുലേഷൻ ലിവിംഗ് ബിലോ ദ പോവേർട്ടി ലൈൻ, ദർ ആർ compelling economic and political arguments for land reforms. നമ്മുടെ രാജ്യം നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മുടെ പോവേർട്ടി ലൈൻ, നോർമലി പോവേർട്ടി ലൈനിൻ്റെ താഴെ നമ്മൾ നിൽക്കുന്നത്, ഭയങ്കരമായിട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരത്തിൽ പട്ടയമൊക്കെ എഴുതി കൊടുക്കാറുണ്ട് പാവങ്ങൾക്ക്. അതായത് ഇപ്പോൾ ഈ ആദിവാസികളൊക്കെ ആണെന്നാണെങ്കിൽ അവർക്കൊക്കെ പട്ടയമായിട്ട് സ്ഥലം എഴുതി കൊടുക്കാറുണ്ട് ആക്ച്വലി ബേസിക്കലി. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരിക ഈ പറഞ്ഞിട്ടുള്ള ലാൻഡ് റിഫോമിലാണ്. 1950 തൊട്ടാണ് ഇതിൻ്റെ മറ്റ് ചിന്തകൾ മീറ്റിങ്സൊക്കെ ഉണ്ടായിരുന്നത്. സോ അങ്ങനെ പല തീരുമാനങ്ങളെടുത്ത് പല പ്രൊവിഷൻസ് നടപ്പിലാക്കി. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലാൻഡ് റിഫോംസിൽ നിങ്ങൾക്ക് ഷോർട്ടായിട്ട് പഠിക്കാനുള്ളത്. പ്രൊമോട്ടിങ് പെസൻറ്റ് പ്രൊപ്രീറ്റർഷിപ്പ്. പെസൻറ്റ് എന്ന് വെച്ചാൽ ഫാർമേഴ്സ്, ഫാമേഴ്സ്. സോ പ്രൊമോട്ടിങ് പെസൻറ്റ് പ്രോപ്പർട്ടിഷിപ്പ് എന്ന് വെച്ചാൽ അവർക്ക് ഈ പറഞ്ഞിട്ടുള്ള ഫാമേഴ്സൊക്കെ ഉണ്ടല്ലോ, സോ അവർക്ക് ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ സ്ഥലം കൊടുക്കുക, പട്ടയൊക്കെ എഴുതി കൊടുക്കുക. സോ അവരുടെ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസൊക്കെ പ്രൊമോട്ട് ചെയ്യുക. സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സോ ലാൻഡ് റിഫോം എയിം ടു പ്രൊമോട്ട് ദി ഐഡിയാസ് ഓഫ് പെസൻറ്റ് പ്രൊപ്പറേറ്റർഷിപ്പ് വിച്ച് മീൻസ് ദാറ്റ് ഇൻഡിവിജ്വൽ ഓർ ഫാമിലീസ് ഹു കൾട്ടിവേറ്റ് ദ ലാൻഡ് ഷുഡ് ഓൺ ലാൻഡ് ആൻഡ് ഹാവ് സെക്യൂർ റൈറ്റ്സ് ടു ദാറ്റ് ലാൻഡ്. അതായത് ഈ കൾട്ടിവേഷൻ, അതായത് ഫാർമിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, സോ കുടുംബപരമായിട്ട് തന്നെ ഫാമിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ പട്ടയൊക്കെ എഴുതി കൊടുക്കുക, സ്ഥലം കൊടുക്കുക. സോ അവർക്ക് അവരുടെ റൈറ്റ്സ് കുറച്ചും കൂടെ പ്രൊമോട്ട് ചെയ്യുക. അതാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് എയിം, ഈ കൊണ്ടുവന്നിട്ടുള്ള പ്രൊവിഷൻസിലൊക്കെ. റെഡ്യൂസിങ് ഗ്രോസ് ഇനീക്വാലിറ്റീസ് ഇൻ ദി സൊസൈറ്റി. ഇനീക്വാലിറ്റീസ് ഇല്ലാതാക്കുക. പാവപ്പെട്ടവൻ്റെ കയ്യിൽ സ്ഥലമില്ല, പണക്കാരുടെ കയ്യിൽ മാത്രമേ സ്ഥലമുള്ളൂ. ഇതൊക്കെ ഇപ്പോഴത്തെ കാലമല്ല ഞാൻ പറഞ്ഞത്, 1960 ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു പ്രൊവിഷൻസൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ആ സമയത്ത് സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഈ ജന്മി അടിപത്തം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ. ഈ ഇനീക്വാലിറ്റീസ് എന്താ ചെയ്യുക, ഇല്ലാതാക്കുക. ലാൻഡ് റിഫോംസ് എയിം ടു അഡ്രസ് ദ പ്രോബ്ലം ഓഫ് unequal land distribution and reduce the concentration of land ownership. പണ്ട് എന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാരുടെ കയ്യിൽ ഭയങ്കര ഏക്കർ കണക്കിന് 500, 1500, 2000 ഏക്കറൊക്കെ സ്ഥലം ഉണ്ടാകും. അതൊക്കെ ഈ പറഞ്ഞ പോലെ അവർ സ്വയം പൈസ കൊടുത്ത് വാങ്ങിയായിരിക്കില്ല. ഈ പറഞ്ഞ പോലെ ഈ ജമീന്ദാസൊക്കെ ഉണ്ടല്ലോ, സോ അവരുടെ ആയിരിക്കും. അതായത് ഈ പണ്ട് മുതൽ ഇങ്ങനെ കൈമാറി വന്നിട്ടുള്ളത് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കുക. അതായത് പണ്ട് മുതൽ ജന്മിമാരൊക്കെ ഒരുപാട് 1500, 2000, 3000 ഏക്കറൊക്കെ കയ്യിലുള്ള ആൾക്കാരുടെ കയ്യിൽ ഇത്രയും ഉണ്ടാകാൻ പാടില്ല. ഒരു 300 ഏക്കറിൽ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിൽ അത് ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് അതിനുശേഷം അത് പാവപ്പെട്ട ഇത്തരത്തിൽ ഫാമിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ കൊടുക്കും. സോ ഇങ്ങനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതാണ് ഇതിൻ്റെ മെയിൻ എയിം എന്ന് വെച്ചാൽ, പർപ്പസ് എന്ന് വെച്ചാൽ. വെൽത്തി ലാൻഡ് ലോഡ്സ് എന്ന് വെച്ചാൽ ഈ ജമീന്ദാസൊക്കെ. പണ്ട് ഈ ജമീന്ദാസിൻ്റെ ഒക്കെ കയ്യിൽ 3000, 4000, 9000 ഏക്കേഴ്സൊക്കെ സ്ഥലം ചില സ്ഥലത്ത് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ലിമിറ്റ് കൊണ്ടുവന്നു. അവരുടെ കയ്യിൽ ഇത്ര ഏക്കർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ലിമിറ്റ് കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് ചെയ്യും, അവരുടെ കയ്യിൽ അതിൽ അളവിൽ കൂടുതലുണ്ടെങ്കിൽ അത് പാവപ്പെട്ട ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സോ ഇതാണ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ്. ടോട്ടൽ 5 കോമ്പോണൻസ് ഉണ്ട് ലാൻഡ് റിഫോംസിൻ്റെ. അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒന്നാമത്തത് അബോലിഷൻ ഓഫ് ഇൻ്റർമീഡിയറീസ് എന്ന് വെച്ചാൽ മിഡിൽമെൻ ഉണ്ടല്ലോ, മിഡിൽമെൻ. സോ അവരെ പിടിച്ച് മാറ്റി. അണ്ടർ ദിസ് ഇൻ്റർമീഡിയറീസ് ഹാവ് ടു ബി എലിമിനേറ്റഡ് ബൈ ദ ഗവൺമെൻറ് ഇൻ്റർമീഡിയറീസിനെ പിടിച്ച് മാറ്റി. എസെൻഷ്യൽ അബോലിഷൻ ഓഫ് ഇൻ്റർമീഡിയറീസ് സോട്ട് ദി റിമൂവൽ ഓഫ് ഓൾ മിഡിൽമെൻ ലൈക്ക് ജമീന്ദാർ, ജാഗീർദാസ്, മീറാസ് ദാസ് ആൻഡ് അതേഴ്സ്. അതായത് ഈ ജമീന്ദാസ് എന്ന് വെച്ചാൽ മിഡിൽമാൻ ആയിരുന്നു പണ്ട്. മിഡിൽമാൻ എന്ന് വെച്ചാൽ എ എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു ഫാർമറാണെന്ന് വിചാരിച്ചോ. ബി എന്ന് പറഞ്ഞാൽ അത് റൂളിംഗ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക്, അതിപ്പോൾ ഗവൺമെൻറ് ഞാൻ പറഞ്ഞില്ല, റൂളിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കിങ്ഡം, റൂളിംഗ് ആയിട്ടുള്ള ഒരു കിങ്ഡം. പണ്ട് ഈ രാജഭരണമൊക്കെ ആയിരുന്നല്ലോ. ഈ സമയത്ത് ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ഡെമോക്രാറ്റിക് കൺട്രി ആയിരുന്നെങ്കിൽ പോലും ചില സ്ഥലത്ത് അപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ജമീന്ദാർസ്, ഇപ്പോൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിങ്ങൾ പഠിച്ച ആൾക്കാർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അവിടെ ജമീന്ദാർസ് അല്ലെങ്കിൽ ജാഗീർദാർസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. ഇവരെന്ത് ചെയ്യും, ടാക്സ് കളക്ട് ചെയ്തിട്ട് അത് കിങ്ങിനെ കൊണ്ടുവരും ഏൽപ്പിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. രാജഭരണം പോയാൽ പോലും ചില സ്ഥലത്ത് അപ്പോഴും അത് നിലനിൽക്കുന്നുണ്ടായിരുന്നു ആക്ച്വലി. അപ്പോൾ ഇവരൊക്കെ ഗവൺമെൻറ് ആദ്യം പിടിച്ച് മാറ്റി, എന്നിട്ട് ഡയറക്റ്റ്ലി ടാക്സ് ഗവൺമെൻറ് പേ ചെയ്യുന്ന രീതിയിലേക്ക്
ആക്കി. സോ ഈ ഇൻ്റർമീഡിയറ്റ്സ് ഉണ്ടല്ലോ മിഡിൽമെൻ, അവരെ പിടിച്ച് പുറത്താക്കി. ഇതൊക്കെ 1960 കാലഘട്ടത്തിലെ കാര്യം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എസെൻഷ്യൽ അബോലിഷൻ ഓഫ് ഇൻ്റർമീഡിയറീസ്, ഇറ്റ് ബോട്ട് കൾട്ടിവേറ്റേഴ്സ് ഇൻ ടു എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് വിത്ത് ദ സ്റ്റേറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് ഡയറക്റ്റ് റിലേഷൻഷിപ്പിലേക്ക് എത്തിച്ചു ആരെ, ഫാമേഴ്സിനെ. കാരണം അവരാണ് ഒരു രാജ്യത്തിൻ്റെ അടിത്തറ. ഇറ്റ് കൺഫേർഡ് പെർമനൻറ്റ് റൈറ്റ്സ് ഇൻ ലാൻഡ് ടു ആക്ച്വൽ കൾട്ടിവേറ്റേഴ്സ്. ഈ കൾട്ടിവേറ്റേഴ്സ് എന്ന് വെച്ചാൽ അവരാണ് ഒരു രാജ്യത്തിൻ്റെ അടിത്തറ, അവരില്ലെങ്കിൽ ഇല്ല. അതുകൊണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് പെർമനൻറ്റ് റൈറ്റ്സ് ആക്ച്വലി ഗവൺമെൻറ് കൊടുക്കാൻ വേണ്ടി തുടങ്ങി. സീലിംഗ് ഓൺ ലാൻഡ് ലോഡ്സ്, ഇത് രണ്ടാമത്തെ കോമ്പോണൻ്റ് ആണ്. സീലിംഗ് ഓഫ് ലാൻഡ് ലോഡ് എന്ന് വെച്ചാൽ സീലിംഗ് ഓൺ ലാൻഡ് ഹോൾഡിംഗ്സ് ഈസ് എ കോൺസെപ്റ്റ് ദാറ്റ് ഡീൽ വിത്ത് ദ മാക്സിമം ലിമിറ്റ് ഓഫ് ലാൻഡ് ഹോൾഡിംഗ് ആൻഡ് ഇൻഡിവിജ്വൽ ക്യാൻ പോസിബിളി പോസസ്. അത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം. ചില ജമീന്ദാർസ് ജാഗീർദാസിൻ്റെയൊക്കെ കയ്യിൽ പണ്ടിപ്പോൾ ഒരു 1860 കാലഘട്ടങ്ങളിൽ ഒരു ജമീന്ദാർ അവരുടെ കയ്യിൽ ഇപ്പോൾ ഒരു 10,000 ഏക്കർ സ്ഥലം ഉണ്ടെന്ന് വിചാരിച്ചോ. അത് ഇങ്ങനെ കുടുംബപരമായിട്ട് ഇങ്ങനെ സ്വത്തുകൾ കൈമാറി വരും. അങ്ങനെ 1960 മകൻ്റെ കയ്യിലും, അതായത് ആ പേരക്കുട്ടിയുടെ കയ്യിലും തീരെ സ്ഥലം എത്തി. കാരണം പാരമ്പര്യമായിട്ട് ഇങ്ങനെ കൈമാറിക്കൊണ്ട് വന്നത്. ഇപ്പോൾ ഗവൺമെൻറ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീരുമാനിച്ചു, ഒരാളുടെ കയ്യിൽ മാക്സിമം ഇത്ര ഏക്കർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളൊരു റൂൾ കൊണ്ടുവന്നു. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് ഈ പാവപ്പെട്ട ഫാർമേഴ്സിനൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതാണ് സംഭവം. ഇത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇറ്റ് മെയിൻലി റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ഫിക്സിംഗ് ദി ക്വാണ്ടം ഓഫ് ലാൻഡ് ബൈ എ ഫാമിലി. ഒരു ഫാമിലിക്ക് ഇത്ര മാത്രമേ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു റൂൾ കൊണ്ടുവന്നു. ദ സീലിംഗ് ഓൺ ലാൻഡ് ഹോൾഡിംഗ് വേരീസ് ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്, അത് ഡിപ്പെൻഡ് ചെയ്യും സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് എസ്റ്റിമേഷൻ ഇൻ ടേംസ് ഓഫ് ഫിക്സിംഗ് ദി മാക്സിമം ലിമിറ്റ് ഓഫ് ലാൻഡ് ഹോൾഡിംഗ് ദാറ്റ് ഇൻഡിവിജ്വൽ ക്യാൻ ഓൺ. ഒരു മാക്സിമം എത്ര വരെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഒരു ലിമിറ്റ് ആക്ച്വലി കൊണ്ടുവന്നു. 1970 ചീഫ് മിനിസ്റ്റർ കോൺഫറൻസ് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് ടുക്ക് എ സീരിയസ് സ്റ്റെപ്പ് ടുവേർഡ്സ് സീലിംഗ് ഓൺ ലാൻഡ് ഹോൾഡിംഗ്. ഇറ്റ് പ്രൊവൈഡഡ്, ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രൊവിഷൻ ഈ ഒരു സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവരുടെ ഭരണകാലത്ത്. അതെന്താണെന്ന് വെച്ചാൽ 10 to 18 acres ഫോർ ഇറിഗേറ്റഡ് ഏരിയാസ്. ഇറിഗേറ്റഡ് ഏരിയാസിൽ 10 to 18 acres വരെ മാത്രമേ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. 27 acres ഫോർ നോൺ ഇറിഗേറ്റഡ് ഏരിയാസിൽ 27 ഏക്കർ മാത്രമേ പോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ അതർ പേർപ്പസസ്, അതായത് കുറച്ച് ഓക്കെ ആയിട്ടുള്ള ഇപ്പോൾ കുറച്ച് കുഴപ്പമില്ലാത്ത മെട്രോപോളിയൻ സിറ്റീസിൽ 54 acres വരെ മാത്രമേ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതിൽ കൂടുതലുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആർക്ക്? ഫാമേഴ്സിന്, അഥവാ കൾട്ടിവേറ്റേഴ്സിന്. Consolidation of land holdings. The term used for grouping small land holdings with bigger ones is called as consolidation of land holding. Consolidation of land holding means bringing together different pieces of land in the area and merging them into one. It was aimed at consolidation smaller land holding. ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്, ഇത് ഒരാളെ പേരിൽ, ഇത് വേറൊരാളെ പേരിൽ, ഇത് രണ്ടും ഈക്വൽ ആക്കിയിട്ട് മെർജ് ചെയ്ത് ഒറ്റ ഒന്നാക്കുക. പോളിറ്റിയിലേക്ക് ആർട്ടിക്കിൾ 3 പഠിക്കുന്നുണ്ട്, അതായത് 2 സംസ്ഥാനത്തിന് ഒന്നാക്കുക. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് കൺസോൾട്ടേഷൻ എന്ന് വെച്ചാൽ. അപ്ഡേഷൻ ഓഫ് ലാൻഡ് റെക്കോർഡ്സ് ഒക്കെ പ്രോപ്പർലി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. പക്ഷേ അപ്പോഴും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, അത് വേറൊരു കാര്യം. ഇനീഷ്യൽ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ടഡ് 2 പ്രോഗ്രാം. 2 പ്രോഗ്രാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്ന് അപ്ഡേഷൻ ഓഫ് ലാൻഡ് റെക്കോർഡ് ആൻഡ് കമ്പ്യൂട്ടറൈസേഷൻ ഓഫ് ലാൻഡ് റെക്കോർഡ്സ് ദാറ്റ് വാസ് സപ്പോസ് ടു ബി കംപ്ലീറ്റഡ് ബിഫോർ 2007. സോ 2007 മുൻപ്, ബിഫോർ 2007 മുമ്പായിട്ട് ഈ പറഞ്ഞ പോലെ ലാൻഡ് റെക്കോർഡ്സൊക്കെ കമ്പ്യൂട്ടറൈസ് ചെയ്യണം, കമ്പ്യൂട്ടറിൽ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യണം. സോ നിങ്ങൾക്ക് അറിയാം, ഒരാൾ ഇത്ര ഏക്കർ മാത്രമേ സൂക്ഷിക്കാൻ പാടുള്ളൂ. പക്ഷേ അപ്പോഴും ഈ കമ്പ്യൂട്ടറൈസേഷൻ ഒന്നും ഇല്ലാത്തടത്തോളം കാലം ഈ പറഞ്ഞ പോലെ പേപ്പർ കടലാസുകളിലായതുകൊണ്ട് തന്നെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. 2007 മൊത്തം കമ്പ്യൂട്ടറൈസ് ചെയ്യണം. അതേപോലെ തന്നെ ദ ഗവൺമെൻറ് കമ്പൈൻഡ് ദീസ് പ്രോഗ്രാം ഇൻ ടു വൺ ആൻഡ് റീലോഞ്ച്ഡ് ആസ് എ നാഷണൽ ലാൻഡ് റെക്കോർഡ് മോഡേണൈസേഷൻ പ്രോഗ്രാം. നാഷണൽ ലാൻഡ് റെക്കോർഡ് മോഡേണൈസേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞ് ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ട് വീണ്ടും ഗവൺമെൻറ് ഒരു പ്രോഗ്രാം ഇനീഷ്യേറ്റ് ചെയ്തു. ടാർഗറ്റ് 2017 മൊത്തം കമ്പ്യൂട്ടറൈസ് ചെയ്യണം എന്നുള്ളതായത് കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ട് ഗവൺമെൻറ് അത് എൻഡ് ചെയ്തിട്ടുണ്ട്. ബൈ ദിസ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് കൺക്ലൂഡ് ചെയ്യുകയാണ്. ബട്ട് കഴിഞ്ഞിട്ടില്ല, ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കൂടി ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ആക്ച്വലി പോകും. സോ ബേസിക്കലി നമ്മളിപ്പോൾ ലെക്ചർ നമ്പർ 31 വരെ സംതിങ് എടുത്തു കഴിഞ്ഞു. ടോട്ടലി ലെക്ചർ നമ്പർ 40 വരെ ആയിരിക്കും നിങ്ങളുടെ ഇന്ത്യൻ എക്കോണമിയുടെ ക്ലാസ് ഉണ്ടാവും, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം. സോ ഇപ്പോൾ 31 ഏകദേശം 9 ക്ലാസ് ബാക്കിയുണ്ട്. നമുക്ക് കുറച്ച് കുഞ്ഞു ടോപ്പിക്സ് എടുക്കാൻ ബാക്കിയുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെ കുറച്ച് ടോപ്പിക്സ് ബാക്കിയുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇന്ത്യൻ എക്കോണമി വൈൻഡ് അപ്പ് ചെയ്യാം. സോ അതിനുശേഷം നമ്മൾ ഭയങ്കരമായിട്ട് കോംപ്രഹെൻസീവ്ലി മറ്റ് ടോപ്പിക്സിലേക്ക് പോകും. സോ നിങ്ങളിത് അപ് ടു ഡേറ്റ് ആയിട്ട് പഠിക്കുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക്സ്.